ജാർഖണ്ഡ് വിധി എഴുതുന്നു. ജാർഖണ്ഡിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, മുൻ മുഖ്യമന്ത്രിമാരായ ചമ്പായി സോറൻ, അർജുൻ മുഡ തുടങ്ങിയവർ വോട്ട് ചെയ്തു. 5 സംസ്ഥാന മന്ത്രിമാരടക്കം മൊത്തം 683 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 38 മണ്ഡലങ്ങളിൽ ഈ മാസം 20-ന് നടക്കും. പഴയ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എങ്ങനെയാണ് ജനവിധി മുന്നോട്ട് പോകുന്നത്? അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെ? ദേവിക, ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. മികച്ച പോളിംഗ് ആണ് 3 മണി വരെയുള്ള കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകുന്നേരം 3 മണി വരെയുള്ള വോട്ടർ കണക്കുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്. 59.28% പേരാണ് 3 മണി വരെ ജാർഖണ്ഡിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയം, വളരെ സമാധാനപരമായി പോളിംഗ് പുരോഗമിച്ചു എന്നുള്ളതാണ്. സാധാരണ ജാർഖണ്ഡ് വനമേഖലകളൊക്കെയാണ്. അവിടെ മാവോയിസ്റ്റ് ഭീകര സംഘടനകളൊക്കെ തുടർച്ചയായി വോട്ടിംഗ് അട്ടിമറിക്കുന്ന പ്രവണതകളൊക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി ജാർഖണ്ഡിൽ പുരോഗമിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇന്നിപ്പോൾ 43 മണ്ഡലങ്ങളാണ് ജാർഖണ്ഡിൽ വിധി എഴുതി കഴിഞ്ഞത്. ഇതിൽ 20 മണ്ഡലങ്ങൾ പട്ടികവർഗ മണ്ഡലങ്ങളാണ്. ജാർഖണ്ഡിൽ 28 പട്ടികവർഗ മണ്ഡലങ്ങളാണ് ഉള്ളത്. 28% വരുന്ന വനവാസി വോട്ടുകൾ നിർണായകമാകുന്ന മേഖലകളിൽ കൂടിയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായിരുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങൾ രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാനെത്തി. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ചമ്പായി സോറൻ, അർജുൻ മുണ്ട, അതോടൊപ്പം തന്നെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം മഹേന്ദ്ര സിംഗ് ധോണി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ 5 മണി സമയം ആയപ്പോഴേക്കും ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഇനിയും അടുത്ത ഘട്ടം ഈ മാസം 20-ാം തീയതിയാണ് നടക്കുക. 81 അംഗ ജാർഖണ്ഡ് നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് ഫലം 31-ാം തീയതി പുറത്തുവരും. ശരി ഗൗതം.